നമശിവായ. നമസ്കാരം. ഇന്ദ്രാനന്ദം ബ്രഹ്മാനന്ദത്തിൻ്റെ പ്രഭാത വന്ദനം. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തൽപദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ജ്ഞാനപാനാമൃതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിച്ചത് വരികളുടെ അവനവന് വിധിച്ച ആയുഷ്കാലം കഴിയുവോളം ഇപ്രകാരം വിഷയാസക്തി കൂടാതെ ഭഗവൻ നാമങ്ങൾ എപ്പോഴും ജപിച്ചുകൊണ്ട് ജീവിക്കണം എന്നാണ് കവി കഴിഞ്ഞ വരികളിൽ പറഞ്ഞത്. അടുത്ത വരികളിൽ എന്തു പറയുന്നു നമുക്ക് നോക്കാം. കണകുന്ന ചരാചര ജീവിയെ നാണം കൈവിട്ടു കൂപ്പി സ്തുതിക്കണം. ഹരിശാസ്ത്രു പരിപ്ലുതനായിട്ടു പരുഷാദികളൊക്കെ സഹിച്ചുടൽ. സജ്ജനങ്ങളെ കാണുന്ന നേരത്ത് ലജ്ജ കൂടാതെ വീണു നമിക്കണം. ഭക്തി തന്നിൽ മുഴുകിച്ചമഞ്ഞുടൻ മത്തനെ പോലെ നൃത്തം കുതിക്കണം. പാരിലിങ്ങനെ സഞ്ചരിച്ചിടുമ്പോൾ പ്രാരബ്ധങ്ങൾ അശേഷമൊഴിഞ്ഞിടും. വിധിച്ചിടുന്ന കർമ്മമൊടുങ്ങുമ്പോൾ പതിച്ചിടുന്നു ദേഹമൊരിടത്ത്. കൊതിച്ചിടുന്ന ബ്രഹ്മത്തെ കണ്ടിട്ട് കുതിച്ചിടുന്നു ജീവനും അപ്പോഴേ. ഇവിടെ വളരെ സത്യമായ ഒരു കാര്യം കവി പറയുകയാണ്. നാം കണ്ടുമുട്ടുന്ന ചരാചരങ്ങളെ പോലെ ഈശ്വരൻ്റെ പ്രതിഭാസങ്ങളാണ് സകല ചരാചരങ്ങളെയും ഈശ്വരൻ്റെ പ്രതിഭാസങ്ങളാണെന്ന വിശ്വാസത്തോടെ ലജ്ജ കൂടാതെ വന്ദിക്കണം. പരുഷങ്ങളായ അവമാനം, നിന്ദ എന്നിവയെ എല്ലാം സഹിച്ചുകൊണ്ട് സന്തോഷാശ്രു തൂവിക്കൊണ്ട് സജ്ജനങ്ങളെ കാണുമ്പോൾ വീണ് നമസ്കരിക്കണം. ഒട്ടും ലജ്ജ കാണിക്കരുത്. അതിന് ഭക്തി മുഴുത്തിട്ട് ശരിക്കും ഒരു ഉന്മത്തനെ പോലെ എല്ലാം മറന്ന് പരമാനന്ദത്തിൽ ആറാടി നൃത്തം വയ്ക്കണം. ഈ നില കൈവരിച്ചുകൊണ്ട് ലോകത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നാൽ പ്രാരബ്ധങ്ങൾ എല്ലാം വിട്ടൊഴിഞ്ഞുകൊള്ളും. നമുക്ക് വിധിച്ച കർമ്മബന്ധം അവസാനിക്കുമ്പോൾ ജീവൻ ശരീരത്തെ, ജഡത്തെ ഉപേക്ഷിച്ച് ബ്രഹ്മലോകത്തേക്ക് കുതിച്ചു ചെന്ന പരമാത്മാവിനെ വിലയം പ്രാപിക്കുന്നു. ഒരു ഭക്തൻ എങ്ങനെ എന്തൊക്കെ ചെയ്യണം, നല്ല കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം, എങ്ങനെ മോക്ഷപദം പ്രാപിക്കാൻ പറ്റുമെന്ന് പ്രാവർത്തികമാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് കവി പറഞ്ഞിരിക്കുന്നത്. ഭക്തിയുടെ പരമകാഷ്ഠയെയാണ് ഈ വരികളിൽ കൂടി പൂന്താനം വിവരിക്കുന്നത്. എല്ലാ ചരാചരങ്ങളെയും, സകല ചരാചരങ്ങളെ, ഒരു പുൽക്കൊടിത്തുമ്പിനെ പോലും ഈശ്വരൻ്റെ സൃഷ്ടിയാണ്. അവരെല്ലാം ഭൂമിയിൽ എല്ലാവർക്കും അവകാശപ്പെട്ട ഭൂമിയാണ്. എല്ലാ സകല ചരാചരങ്ങളെയും സമഭാവനയോടെ കണ്ട് എല്ലാം ഈശ്വരൻ്റെ പ്രതിരൂപങ്ങളാണെന്ന ബോധം മനസ്സിലുദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവയെല്ലാം വന്ദിക്കാൻ യാതൊരു ലജ്ജയും ഉണ്ടാവുകയില്ല. നാരായണീയത്തിൽ ശ്രീ നാരായണ ഭട്ടതിരിയും ഇതേ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചിന്താഗതിക്കനുസരിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഭൂതങ്ങൾ ഇവയെല്ലാം എന്നല്ല, ഭൂതാത്മക ഭേദങ്ങളായിട്ടുള്ള സർവ്വത്തിനെയും അങ്ങനെ തുടങ്ങുന്നതാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഭക്തിയുടെ പാരമ്യത്തിലെത്തിയവൻ അവമാനം, നിന്ദ, ദുഃഖം, നിരാശ എന്നിവയെല്ലാം നിർവികാരനായി സഹിച്ചുകൊണ്ടും ഹർഷാശ്രു കുഴിച്ചുകൊണ്ടും സജ്ജനങ്ങളെ ഭക്തി ആദരവോടെ നമസ്കരിക്കണം. ഇതുതന്നെയാണ് പൂന്താനവും പറഞ്ഞത്. സജ്ജനം കണ്ടാൽ വീണ വന്ദിക്കണമെന്ന്. ഭക്തി അതിൻ്റെ പാരമ്യത്തിലെത്തുമ്പോൾ ഭക്തൻ മത്തനെപ്പോലെ തന്നെത്താൻ മറന്ന് നൃത്തം ചവിട്ടുകയോ കരയുകയോ അട്ടഹസിക്കുകയോ ഒക്കെ ചെയ്യാം. നാരായണീയം അതേ ദശകത്തിൽ വീണ്ടും ഇതിനെ കുറച്ചുകൂടി
ഭട്ടതിരി വർണ്ണിച്ചിട്ടുണ്ട്. നാരായണീയത്തിൽ ഈ അവസ്ഥ വീണ്ടും ഭട്ടതിരി പറഞ്ഞിരിക്കുന്നത്, ഭക്തി ഈ നിലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഭക്തന് ജീവൻ മുക്തനെ പോലെ കർമ്മബന്ധം അവസാനിക്കുന്നതുവരെ ലോകത്തിൽ ജീവിച്ചിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ജഡഭരതൻ, ഋഷഭയോഗി എന്നിവരെല്ലാം അപ്രകാരത്തിലുള്ളവരായിരുന്നു. അവരുടെ ഭൗതിക ശരീരം പതിച്ചു കഴിഞ്ഞാൽ ജീവൻ പരമാത്മാവിൽ ചെന്ന് ലയിക്കുന്നു. അങ്ങനെ ഭട്ടതിരി വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഭക്തൻ, യഥാർത്ഥ ഭക്തൻ ഭക്തിയുടെ പരമകാഷ്ഠയിൽ എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യുമെന്നാണ് കവി പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ മോക്ഷപ്രാപ്തി കിട്ടുമെന്നും കവി പറഞ്ഞിരിക്കുന്നു. ഇവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഭക്തരെ ഇത് പ്രാവർത്തികമാക്കാൻ പരമാവധി ശ്രമിക്കുക, മോക്ഷപ്രാപ്തിക്ക്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഗുരുപാദാരബന്ധങ്ങളിൽ സമർപ്പിക്കുന്നു. ഏവർക്കും നല്ലൊരു ദിവസത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട്, സർവേശ്വരനെ സ്മരിച്ചുകൊണ്ട് നാളെ അടുത്ത വരികളുമായി കാണാം. നമസ്കാരം. ശുഭസുദിനം.